ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ നമ്മളൊരു ഉപ്പേരിയും ഒരു ഒഴിച്ചുകറിയും ഒരു മീൻകറിയും ഉണ്ടാക്കണത്. ഉപ്പേരിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചപ്പയറാണ്. അപ്പോൾ പച്ചപ്പയറൊക്കെ ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. കടുകെല്ലാം നന്നായി പൊട്ടി വന്നപ്പോൾ കുറച്ച് ചെറിയുള്ളി ചതച്ചതും ഒരു പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം അതേ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറിയ തീയിലാക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നമ്മുടെ മുളകും കൂടി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള പച്ചപ്പയർ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. പൊട്ടും വെള്ളം ചേർക്കരുത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തന്നെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ അതേ പയറുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനി മാറ്റി വയ്ക്കാം നമുക്ക്. ഒഴിച്ചുകറിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ സാമ്പാറിനൊക്കെ കൊണ്ടുവരുന്ന കഷ്ണങ്ങൾ, ഇപ്പോൾ സാമ്പാറിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കഷ്ണങ്ങളൊക്കെ ബാക്കിയാവും. അപ്പം നമ്മൾ ആ കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട് ഒരു കറി, എല്ലാ വെജിറ്റബിളും വെച്ചിട്ടൊരു കറി. അപ്പോൾ ബാക്കി ഉള്ള എല്ലാ കഷ്ണങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും എടുക്കേണ്ടതോ എടുക്കാത്തതോ ഒന്നുമില്ല. അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തക്കാളിയും വെണ്ടക്കായും മാറ്റി വെച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകി മൺചട്ടിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് മൺചട്ടിയിലേക്ക് ഇടുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 3-4 പച്ചമുളക് നടുകീറിയിട്ടിട്ടു. ഏകദേശം 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും മുളക് പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക ആദ്യം. അപ്പം നമ്മൾ സാമ്പാർ കഷ്ണമൊക്കെ വാങ്ങിക്കുമ്പോൾ സാമ്പാർ വയ്ക്കും. പിന്നെ കുറച്ച് കഷ്ണങ്ങളൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ ബാക്കിയുള്ളതൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കഷ്ണങ്ങളൊന്നും വേസ്റ്റായി പോവില്ല. എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും പാകത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് ഏകദേശം 1/2 മുറിയോളം നാളികേരം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1/4 സ്പൂണിൻ്റെ പകുതിയായിട്ട് ചെറിയ ജീരകം കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നാളികേരമൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും മാറ്റി വയ്ക്കാം. നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുതിരാനായിട്ട് ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു തക്കാളിയും 2 വെണ്ടക്കായും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തക്കാളിയും വെണ്ടക്കായും കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ തക്കാളിയും വെണ്ടക്കായും കൂടി ഒന്ന് വെന്ത് ആ പുളിയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയായിരിക്കും. അപ്പോൾ
അപ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്തു. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി അതിലേക്ക് ചേർത്തു. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടിയും അതിലേക്ക് ഒഴിച്ചു. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കറിക്ക് നന്നായി തിളച്ച് വന്നു. ഇനി നമുക്ക് താളിച്ചെടുക്കാം. എല്ലാ വെജിറ്റബിളും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ്. അപ്പം നാളികേരമൊക്കെ അരച്ച് മാങ്ങയൊക്കെ ഇട്ടുള്ള ഒരു മീൻ കറി. അപ്പം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 പിടി നാളികേരം ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2-2.25 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ചെറിയ ഉള്ളിയും, ഇത്രയാണ് എടുത്തുള്ളത്. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ഈശായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പം നാളികേരമൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും മൺചട്ടി വെച്ച് അതിലേക്ക് ഒരു 2-3 പൂള് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് നടുകീറിയത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത്രയാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ അരച്ച് വെച്ച നാളികേരം അത് അതിലേക്ക് ഒഴിച്ചു. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് മൂടണ്ട, ഒരു പകുതിയായിട്ട് മൂടിയാൽ മതി. അപ്പോൾ ഇതേ കറി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് 2 കഷ്ണം കുടംപുളി കൂടി ഇട്ടു. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനും കൂടി ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഇട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അതേ ഉലുവാപ്പൊടി ഇട്ടു. ഒന്ന് ചെറുതായി ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുത്തു. വീണ്ടും മൂടി വെച്ചു. ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ കറിയൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. നാളികേരം അരച്ച് മാങ്ങിയിട്ടുള്ള അയിലക്കറി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. അപ്പോൾ നല്ല കുത്തരി ചോറുണ്ട്. പിന്നെ അതേ പയറുപ്പേരി, പിന്നെ വെജിറ്റബിൾ കറി, വെജിറ്റബിൾ ഒഴിച്ചു കറി, പിന്നെ നല്ല ഫിഷ് ഫ്രൈ ഉണ്ട്. അതുപോലെ തന്നെ നാളികേരം അരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല അയലക്കറി. പിന്നെ ഒരു ആർഭാടത്തിന് ഞാനൊരു കഷ്ണം മാങ്ങാച്ചാറും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.